ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വോയിസ് ഓഫ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഡു, ഡസ്, ഡിഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നത് നമുക്ക് നോക്കാം. ഡു, ഡസ് എന്നിവ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും ഡിഡ് പാസ്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഡു, ഡസ്, ഡിഡ് എന്നിവ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പ്ലേ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഇവിടെ നിർമ്മിക്കാം. സിംഗുലർ സബ്ജക്റ്റുകളായ ഹി, ഷി എന്നിവയിൽ നമുക്ക് പ്ലേ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം സെൻറ്റൻസ് നിർമ്മിക്കാം. അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഹി പ്ലേസ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഷീ പ്ലേസ് ഫുട്ബോൾ. ഇനി പ്ലൂറൽ സബ്ജക്റ്റുകളായ ഐ, വി, ദേ എന്നിവയിൽ പ്ലേ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ നിർമ്മിക്കാം. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. വി പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ദേ പ്ലേ ഫുട്ബോൾ. ഈ സെൻറ്റൻസുകൾ ഡു, ഡസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളാക്കി മാറ്റാം. ഫസ്റ്റ് ഉദാഹരണം, ഹി പ്ലേസ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇനി നമുക്ക് എന്താണ് ചോദിക്കേണ്ടത്? അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഡു, ഡസ് എന്നിവയിൽ ഏതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഹി സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ വെർബിൻ്റെ കൂടെ എസ് ഫോം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഡസ് ആണ് വേണ്ടത്. അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡസ് ഹി പ്ലേ ഫുട്ബോൾ. ഇവിടെ വെർബായ പ്ലേൻ്റെ കൂടെ ഇനി എസ് വേണ്ട. നമ്മൾ മുന്നേ ഡസ് ഉപയോഗിച്ചത് കൊണ്ട് ഇനി പ്ലേൻ്റെ കൂടെ എസ് വേണ്ട. ഡസ് ഹി പ്ലേ ഫുട്ബോൾ. അടുത്ത എക്സാമ്പിൾ, ഷീ പ്ലേസ് ഫുട്ബോൾ. ഇനി ഇത് അവൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് മാറ്റണം. അതെങ്ങനെ ചോദിക്കാം? ഡസ് ഷീ പ്ലേ ഫുട്ബോൾ. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡസ് ഷീ പ്ലേ ഫുട്ബോൾ. നെക്സ്റ്റ് വൺ, ഡു വെച്ച് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാമെന്ന് നോക്കാം. പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് ഡു ഉപയോഗിക്കേണ്ടത്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് വെർബായ പ്ലേ എന്താണ്? പ്ലേൻ്റെ ബേസ് ഫോമാണ് ഇവിടെ തന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് വെച്ചാണ് തുടങ്ങേണ്ടത്? ക്വസ്റ്റ്യൻ ഡു വെച്ച്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കണം, നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ അല്ല ചോദിക്കുക. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുക? ഡു യു പ്ലേ ഫുട്ബോൾ. ഡു യു പ്ലേ ഫുട്ബോൾ. ഇനി അടുത്തത്, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. വി പ്ലേ ഫുട്ബോൾ. ഇനി ഇവിടെ എങ്ങനെയാണ്? നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? അപ്പോൾ ഇവിടെ വിക്ക് പകരം എന്താണ്? യു വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു പ്ലേ ഫുട്ബോൾ. ഡു യു പ്ലേ ഫുട്ബോൾ. എക്സാമ്പിൾ കൂടെ നോക്കാം. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ദേ പ്ലേ ഫുട്ബോൾ. ഇനി നമ്മളെങ്ങനെ ചോദ്യമാക്കി മാറ്റാം? അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു ദേ ഫുട്ബോൾ. ഡു ദേ പ്ലേ ഫുട്ബോൾ. ഡു ദേ പ്ലേ ഫുട്ബോൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്ലൂറൽ സബ്ജക്റ്റുകളായ ഐ, യു, ദേ, വി എന്നിവ വരുമ്പോൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ഡൂവും അതേപോലെ സിംഗുലർ സബ്ജക്റ്റുകളായ ഹി, ഷീ, ഇറ്റ് എന്നിവ വരുമ്പോൾ ഡസുമാണ് വേണ്ടത്. അടുത്തതാണ് ഡിഡ്. സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിൽ ചോദ്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഡിഡ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് പ്ലേ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നിർമ്മിക്കാം. ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. ഐ പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. വെർബായ ഇവിടെ പ്ലേഡ്, പ്ലേ പ്ലസ് ഇ ഡി, പ്ലേഡ്. ഈ വെർബിൻ്റെ കൂടെയുള്ള ഇ ഡി ആണ് ഇവിടുത്തെ ഡിഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? നീ ഇന്നലെ ഫുട്ബോൾ കളിച്ചോ? ഡിഡ് യു പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. ഇനി ഇവിടെ വെർബായ പ്ലേൻ്റെ കൂടെ ഇ ഡിയുടെ ആവശ്യമില്ല. അവൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഇനി ഇത് ചോദ്യമായി മാറ്റുമ്പോൾ അവൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചോ?
ഡിഡ് ഹി പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ? ഡിഡ് ഹി പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ? മറ്റൊരു ഉദാഹരണം, അവൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. ഷീ വെൻറ്റ് ഷോപ്പിംഗ് യെസ്റ്റർഡേ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ ഗോൻ്റെ പാസ്റ്റാണ് വെൻറ്റ്. ഇവിടെ ഗോഡ് എന്നല്ല വേണ്ടത്, വെൻ്റാണ്. അപ്പോൾ അവൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിരുന്നോ എങ്ങനെ ചോദിക്കാം? ഡിഡ് ഷീ ഗോ ഷോപ്പിംഗ് യെസ്റ്റർഡേ? ഡിഡ് ഷീ ഗോ ഷോപ്പിംഗ് യെസ്റ്റർഡേ? മറ്റൊരു ഉദാഹരണമാണ്, അവർ കഴിഞ്ഞ മാസം ഒരു പുതിയ കാർ വാങ്ങിച്ചു. ദേ ബോക്ഡ് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്. ഇവിടെ ബൈയിൻ്റെ പാസ്റ്റാണ് ബോക്ഡ്. ബൈ പ്ലസ് ഇ ഡി, ബൈഡ് എന്നല്ല വേണ്ടത്, ബോക്ഡ് എന്നതാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചോദിക്കാം? ഡിഡ് ദേ ബൈ എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്? ഡിഡ് ദേ ബൈ എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്? ഇപ്പോൾ നമ്മൾ ഡു, ഡസ്, ഡിഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ മറ്റു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.